തറവാടൊരു ഹോംലി സ്പേസ് ആയിരിക്കണം. ആർക്ക് വേണമെങ്കിലും എപ്പോഴെങ്കിലും കയറി വരാൻ പറ്റുന്ന, നമ്മളറിയാവുന്ന എല്ലാവർക്കും ഒരു മടിയും കൂടാതെ വരാൻ പറ്റുന്നൊരു സ്പേസ് ആയിരിക്കണം എന്നൊരു ഐഡിയയിൽ നിന്നാണ് തറവാടെന്ന പേര് വീടിന് വന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന വീട് ഹൈവേയുടെ സൈഡിലുണ്ടായിരുന്ന ഒരു വീടായിരുന്നു. അവിടെ നമുക്ക് ഈ ഫാമിലി ഗ്യാതറിങ്സ് വിളിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം കൺജസ്റ്റഡ് സ്പേസും ചെറിയ ചെറിയ റൂംസും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഓരോ റൂംസും ഓരോ സ്പേസും പണിയുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടും ഭയങ്കര ലാർജ് ആയിട്ടും പണിയണം എന്നൊരു ഐഡിയ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. രഞ്ജിത്തും സിന്ധിയും ആക്ച്വലി ഞങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവരൊരു ഡ്രീം ഹോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഞങ്ങളോട് വന്നപ്പോഴത്തേക്കും മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്, വൺ ഈസ് ഒരു നല്ലൊരു ലൈറ്റ് ആൻഡ് വെന്റിലേറ്റഡ് സ്പേസ് വേണം എന്നുള്ളതായിരുന്നു അവരൊരു മെയിൻ റിക്വയർമെൻറ്റ്. ആൻഡ് നമ്മൾ ത്രൂ ഔട്ട് ഒരു ഡിസ്കഷൻസ് ഒരു 1 or 2 സിറ്റിങ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയി ദാറ്റ് ദേ നീഡ് എ ട്രോപ്പിക്കൽ ഫീൽ ഓഫ് സ്പേസസ്. അപ്പോൾ കുറേ കൂടി ആ ഒരു ട്രോപ്പിക്കൽ വൈബ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നോക്കിയത്. ഈവൻ മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം വെച്ചിട്ട് പ്ലാനിങ് വൈസ് നമ്മളത് 3 സോൺ ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഗസ്റ്റ് സോൺ, ഒരു സെമി പ്രൈവറ്റ് സോൺ ആൻഡ് പ്രൈവറ്റ് സോൺ. സോ ഈ 3 സ്പേസസിനെ നമ്മൾ കൂടുതലും കോർട്ട്യാർഡ്സ് വെച്ചിട്ടായിരുന്നു നമ്മൾ കണക്റ്റഡ് ചെയ്തിരുന്നത്. ലൈക്ക് ഒരു ഇൻ്റർവൂവൻ കോർട്ട്യാർഡ്സ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ നോക്കിയത് ഒരു ഡബിൾ ഹൈറ്റ്, ദാറ്റ് ഈസ് ഗസ്റ്റ് ലിവിങ്ങിന് നമ്മളൊരു ഡബിൾ ഹൈറ്റ് കൊടുത്തു. സോ ദാറ്റ് ഒരു പ്രോപ്പർ ലൈറ്റ് ആൻഡ് വെന്റിലേറ്റഡ് സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഇതൊരു മച്ച് ലാർജർ സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് തന്നെയായിരുന്നു നമ്മളത് കൊടുത്തിരുന്നത്. ഞങ്ങൾ ഈ വീട് പണിയാനുള്ള തീരുമാനം വന്നത് കുറച്ച് പെട്ടെന്നായിരുന്നു. ആദ്യം നമുക്ക് എന്തെങ്കിലും വീട് വാങ്ങിക്കാം എന്നൊരു ഐഡിയ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറേ വീടുകൾ പോയി കണ്ടു. പക്ഷേ ഒരിടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടായി. കാരണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കുറേ വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ക്യാഷ്വലായിട്ട് വന്ന് ആണ് ഈ പ്ലോട്ട് നമ്മൾ കണ്ടത്. അങ്ങനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 സൈഡ് കവേർഡാണ്. ഒരു സൈഡ് ചെങ്കലിൻ്റെ മതിൽ വെച്ച് മേളിലേക്ക് കെട്ടിയിട്ടുമാണ്, ബാക്കിലത്തെ സൈഡ് കരിങ്കല്ലുമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ സ്പേസിലേക്ക് വന്നപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പ്ലോട്ട് പോലെ നമുക്ക് തോന്നി. അതേപോലെ തന്നെ ഈ വില്ല പ്രോജക്റ്റിൻ്റെ മെയിൻ ഒരു സ്പോട്ടുമാണ് ഈ പ്ലോട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞൊരു ഐഡിയ ആയിരുന്നു, ആ ഒരു സ്പേസിലെ ഹോളിലേക്ക് വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രൈവറ്റ് സ്പേസ് പണിയുന്നത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യം നമുക്കിങ്ങനെ വന്നത്. അത് കഴിഞ്ഞ് നമുക്കത് തോന്നി, അത് വന്നാൽ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും, ഭയങ്കര ഒരു യുണീക്കായിട്ടുള്ളൊരു ഫീലായിരിക്കും എന്നുള്ളത്. ഈവൻ ദോ എവറി പാർട്ട് ഓഫ് ദിസ് ഹൗസ് ഇസ് സോ ബ്യൂട്ടിഫുൾ, ദാറ്റ് പർട്ടിക്കുലർ പാർട്ട് വാസ് സോ മാജിക്കൽ. അങ്ങനെയാണ് നമുക്ക് ഈ പ്ലോട്ടിൽ ഇങ്ങനത്തെ ഒരു വീട് പണിയാന്നുള്ളൊരു ഐഡിയ വന്നത്. വീടിന് വേണ്ട ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് കസ്റ്റമായിട്ടാണ്. അതും നമ്മൾ മോസ്റ്റ്ലി ഒരു 90% വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ യുണീക്കായിട്ട് ചെയ്തിരിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മോസ്റ്റ്ലി അതിനകത്ത് ആത്തിക്കുടി ടൈൽസ് വെച്ചിട്ട് ഒരു പണ്ടത്തെ ഒരു പോർച്ചുഗീസ് സ്റ്റൈൽ ഫർണിച്ചേഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നതാണ്. ചെയർസിനും ടേബിൾസിനും അതിൻ്റെ ഒരു ഇംപ്രിൻറ്റ് വന്നപ്പോൾ തന്നെ ആ ഫർണിച്ചറിൻ്റെ മൊത്തം ലുക്ക് മാറിയിരുന്നു. ആൻഡ് നമുക്ക് ഫർണിച്ചേഴ്സ് ചെയ്തു തന്നതും നവാസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പുള്ളി നമുക്ക് കസ്റ്റമായിട്ട് ചെയ്തു തരുമായിരുന്നു. ആൻഡ് ഹീ ഈസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. അപ്സൈക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വീട് ഡെമോളിഷൻ ചെയ്തപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഓടെല്ലാം എടുത്തിട്ട് ഇൻഫാക്ട് ആ ഒരു പ്രോപ്പർട്ടി ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ അത് ജസ്റ്റ് ബേസിക് ഒരു വാഷിംഗ് മാത്രം ചെയ്തിട്ടായിരുന്നു. സോ ഞങ്ങൾ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. So if you can clearly see the pictures ഒക്കെ നോക്കുവാണെങ്കിൽ പലതും പല ഷെയ്ഡ്സിലാണ് കിടക്കുന്നത്. That actually made a big impact on the entire project also. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ്സും ഷോ ഐറ്റംസും എല്ലാം
ഹാൻഡ് പിക്ഡ് ആണ്. അത് എവിടെ വെക്കണം എന്നുള്ളൊരു കൃത്യമായ ബോധ്യം പോലും നമുക്കുണ്ടായിരുന്നു. അതുപോലെ ഈ വീട്ടിലെ ഓരോ പാട്ടും നമ്മൾ അത്രയും ആസ്വദിച്ച് പ്രീ പ്ലാൻ ചെയ്തതാണ്. ഈ ഒരു ആനേനെ നമ്മൾ ചെയ്തതും കംപ്ലീറ്റ്ലി ഒരു സിമെന്റിലാണ്. അത് ശരിക്കും ഒരു അയോൺ ഫ്രെയിം നമ്മൾ അതിനകത്ത് ചെയ്തിട്ട് അതിനകത്ത് സിമെന്റ് ഫില്ല് ചെയ്ത് പിന്നെ സിമെന്റ് മെഴുകിയെടുത്താണ്. അതേപോലെ തന്നെ ഈ വുഡൻ ബാക്കിലത്തെ ഒരു വുഡൻ ലോഗ് പോലത്തെ ഒരു സാധനമായാലും അത് നമ്മളൊരു വലിയൊരു വാട്ടർ ബെന്നിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിന് മേളിൽ ഒരു വുഡൻ ടെക്സ്ചർ കൊടുത്ത് ചെയ്തിരിക്കുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഐഡിയ മൊത്തം ഉണ്ടായതും അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയതും അച്ഛൻ്റെ കുറേ ഐഡിയാസാണ് നമ്മൾ ഇതിനകത്ത് മൊത്തം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐഡിയാസ് ഉള്ളൊരു ഇത്രയും കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഈ വീട്ടിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തത് മെയിൻലി അച്ഛനായിരുന്നു. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുവാണെങ്കിൽ നമ്മളവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ആ റൂമിന് അനുയോജ്യമായിട്ടുള്ളൊരു കട്ടിലാണ് നമ്മളവിടെ പണിതിരിക്കുന്നതെന്നാണ്. സപ്രപഞ്ചം പണിയുമ്പോൾ ഒരു സിമ്പിൾ അല്ലാതെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പണിയണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അത് അങ്ങനെയാണ് നമ്മൾ അത് പ്ലാൻ ചെയ്തത്. ആൻഡ് വെൻ ഇറ്റ് കെയിം ഫിനിഷ് ഇറ്റ് ബിക്കം സോ ഹ്യൂജ് ദാറ്റ് നമ്മൾ വിചാരിച്ചക്കാട്ടിയും വളരെ വലുതായിട്ട് അത് വന്നു. മൊത്തം നമുക്ക് 4 ബെഡ്റൂംസ് ആണ് വരുന്നത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് മാസ്റ്റർ ബെഡ്റൂമും വേറൊരു ബെഡ്റൂമും ആൻഡ് ഫസ്റ്റ് ഫ്ലോറിൽ ബാക്കി 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ 2 സൈഡും ഹാൻഡ് റെയിൽസ് എടുത്ത് ചെറിയൊരു ബാൽക്കണി വരാത്ത പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മേളിലൊരു ടി വി, ഒരു ലിവിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ താഴെ നമുക്കൊരു പ്രൈവറ്റ് ഒരു ഫാമിലി ലിവിങ് ഏരിയ പോലെ ഒരു ടി വി ഏരിയ ഉണ്ട്. വീടിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് നമ്മൾ അതിൻ്റെ പൂജാ റൂം ചെയ്തിട്ടുണ്ട്. അത് ഒരു ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ പൂജാ റൂമും ചെയ്തിരിക്കുന്നത്. ആ ഹോളിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ പൂജാ റൂമും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. കിച്ചൺ ഓപ്പൺ കിച്ചണായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്തെ ഒരു വർക്ക് ഏരിയയും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഒരു 1.5 വർഷത്തെ ഒരു അധ്വാനം കൊണ്ട് പണിതെടുത്തൊരു വീടാണ് തറവാട്. ആൻഡ് വി ഓൾ ഹാവ് ബീൻ സോ ഹാപ്പി ത്രൂ ദി പ്രോസസ് ഓഫ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ആൻഡ് വി ആർ ഓൾസോ പ്രൗഡ് ദാറ്റ് വി ആർ ലിവിങ് ഓൺ അവർ ഡ്രീംസ് ദാറ്റ് വി തോട്ട് വിൽ നെവർ ഹാപ്പൻ. ആൻഡ് ഹിയർ വി ആർ. ഇത്തരം പോസിറ്റീവായിട്ടുള്ള സ്പേസിൽ എൻ്റെ ലൈഫിന് സ്പെൻഡ് ചെയ്യാനും ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്. നമുക്ക് വേണ്ടതെല്ലാം എവിടെയുണ്ട്. നല്ല വെള്ളം, നല്ല വായു, ശാന്തം, സമാധാനം. എൻ്റെ തറവാട്. I just love my home.